പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അക്കരപ്പച്ച. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻ പുറം നന്മകളാൽ സമൃദ്ധം. കാട്ടിനകത്തോ കടലിനകത്തോ കാട്ടിത്തരുന്നു വിധിരത്നമെല്ലാം. ഇന്ന് നമ്മളുടെ നാട്ടിലെ പല കുട്ടികളും നാട് വിട്ടോടുകയാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ അവർക്ക് വേണ്ട അംഗീകാരമോ വേണ്ട സംരക്ഷണമോ കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പക്ഷേ എല്ലാവരും താൽക്കാലിക ലാഭത്തിനും അക്കരപ്പച്ച പോലെ അവിടെ നല്ല സുഖസൗകര്യമുണ്ടാകുമെന്നുള്ള ധാരണയിലും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നമ്മളുടെ നാടുപേക്ഷിച്ച് അന്യനാട്ടിൽ ചെന്നാൽ നമ്മളെ അവർ മദേശികളെന്നേ വിളിക്കും. വേണ്ട യാതൊരു സംരക്ഷണമോ കാര്യങ്ങളോ നമുക്ക് കിട്ടുകയില്ല. ഞാൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ സിക്കിമിലും വെസ്റ്റ് ബംഗാളിലും താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അയൽ സംസ്ഥാനം രാജ്യമായ നേപ്പാളും പോയി കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് അവിടെയെല്ലാം നമ്മുടെ കുട്ടനാട്ടിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും കാണാൻ സാധിച്ചില്ല. ഒരു 25 വർഷം പുറകിലത്തെ കുട്ടനാടാണ് എനിക്ക് നേപ്പാളിൽ കാണാൻ സാധിച്ചത്. നെൽപ്പാടങ്ങളും വെള്ളം പോകുന്ന നീർച്ചാലുകളും അതിന് കരയിലുള്ള മരങ്ങളുമെല്ലാം എനിക്ക് നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലത്തെ കുട്ടനാട്ടിലെ ഇതുപോലെ തന്നെ അനുഭവപ്പെട്ടു. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി അവിടെ നമുക്ക് കൂടുതലായി ഒരു ജീവിത സാഹചര്യവും കിട്ടാനില്ല. പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ നന്മ തിരിച്ചറിഞ്ഞ് ഈ വെയിലും കാറ്റും മഴയും ഒക്കെ അനുഭവിച്ച് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പഠിച്ചെത്തിയാൽ നമുക്കും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. ഇത് എൻ്റെ അനുഭവവും എൻ്റെ ആഗ്രഹവുമാണ്. അതിനാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോയെങ്കിലും തിരിച്ച് നാട്ടിൽ എത്തി. നാട്ടിലെ ഈ സുഖകരമായ കാലാവസ്ഥ അന്യദേശത്ത് ഉണ്ടാകണമെന്നില്ല. അവിടെയൊക്കെ കൊടും തണുപ്പും കൊടും ചൂടുമാണ് നമുക്ക് കിട്ടുന്നത്. പലയിടത്തും 0 ഡിഗ്രിയിലും താഴെയാണ് ടെമ്പറേച്ചർ. വലിയ വലിയ വൂളൻ ക്ലോത്തുകളില്ലാതെ നമുക്കവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. ആ കാര്യങ്ങളാരും നമ്മളോട് ഇവിടുന്ന് പോകുമ്പോൾ ആരും പറയുന്നില്ല. അവിടെ ചെന്ന് വലിയ വലിയ സെറ്ററുകളും കോട്ടുകളും ജാക്കറ്റുകളും വാങ്ങി ധരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളുടെ നാട്ടിലെ ഈ സ്വാതന്ത്ര്യത്തെയും ഈ സുഖത്തെയും പറ്റി തിരിച്ചറിയുന്നത്. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്.